അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. അപ്പം നമുക്ക് വൈകിട്ടത്തേക്ക് വേണ്ടി ഒരു 4 മണി പലഹാരം ചെയ്താലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ റവയാണ് എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് റവയ്ക്ക് 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഒരു സ്പൂൺ നെയ്യും ഒഴിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 3/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് റവയൊന്ന് ഇട്ട് കൊടുക്കാം. 1 കപ്പ് റവയാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത്. റവ നമുക്ക് കട്ട കെട്ടി പോകും, അതുകൊണ്ട് അത് കൈവിടാതെ തന്നെ നമ്മളത് കിണ്ടി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ ആകുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിടാം. ഈ റവ നമുക്കൊന്ന് ആറാൻ വയ്ക്കാം. ആറിക്കഴിഞ്ഞ ശേഷം നമുക്കിതൊക്കെ ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. നമുക്ക് ഏതാണ് ഷേപ്പ് വേണ്ടത് അതനുസരിച്ച് എടുക്കാം. ഇതേ ഷേപ്പിൽ നമുക്ക് ഓരോന്ന് വീതം ഉരുട്ടി വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഉരുട്ടി വെച്ച ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഉരുളകളാക്കി വെച്ച ശേഷം നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിൽ എന്ത് ഓയിലുണ്ടോ അത് ഉപയോഗിക്കാം. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്കിത് ഓരോന്ന് ഇതിൽ ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പം ഇത് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഒരു വശം നല്ല പൊന്നിറമാകുമ്പോഴത്തേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഈ 2 സൈഡും മറിച്ചിട്ട് ബ്രൗൺ ഷെയ്ഡാക്കി കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം. അപ്പം അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് റെഡിയാക്കി എടുക്കാം. എല്ലാവരും വീട്ടിൽ റവ ഉറപ്പായിട്ടും കാണും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫ്രണ്ട്സ്. ചെറിയ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്നത് തന്നെ അവർ സ്നാക്സ് കഴിക്കണം എന്നുള്ള ചിന്തയിലാണ് അവർ വരുന്നത്. അപ്പോൾ അവർ വരണതിന് മുമ്പ് തന്നെ നമുക്കിത് റെഡിയാക്കി എടുത്ത് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ വലിയവരായാലും നമ്മൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു സ്വീറ്റ് കഴിക്കണമെന്ന് തോന്നിയാലും നമുക്കിത് നല്ല ഒരു സ്വീറ്റാണ്. കുട്ടികൾക്ക് സ്നാക്സായിട്ട് കൊടുത്തു വിടാൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രഞ്ചുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം 10 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് ട്രൈ ചെയ്യാനായിട്ട്. അപ്പം ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഫ്രണ്ട്സ്. അപ്പം ഓക്കെ, നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് അയക്കണം. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഇനിയും നമുക്ക് കാണാം. ബൈ.